കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ വിദ്യാലയ സമിതി ഡെപ്യൂട്ടി കമ്മീഷണർ DP പട്ടേൽ ഈ കഴിഞ്ഞ ജൂൺ 10 തീയതി ഈ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് 1290 കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തു. അത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന പേരിലാണ് അയച്ചേക്കുന്നത്. അത് ഭരണഘടനയാണെന്ന് പറയാൻ ഒക്കാത്തതുകൊണ്ടാണ് ഞാൻ ഒരു വെറും ഡോക്യുമെൻ്റാണെന്ന് ഞാൻ പറഞ്ഞത്. ഭരണഘടനയല്ല അയച്ചു കൊടുത്തത്. അതിൻ്റെ ആ പ്രിയാമ്പിൾ, ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് വികലമായ രീതിയിലാണ് അയച്ചു കൊടുത്തേക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ ഭരണഘടന. ഇത് വളരെ മൂല്യവത്തായ ഒരു പഠന സാമഗ്രിയായി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാണ് അതിൽ കൊടുത്തേക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? അതിനകത്ത് 2 വാക്കുകൾ, അതായത് പ്രിയാമ്പിളിലുള്ള 2 വാക്കുകൾ ഇല്ല. അതായത് സോഷ്യലിസ്റ്റ് എന്നുള്ളതും സെക്കുലർ എന്നുള്ളതും അവിടെ ഇല്ല. ആ വാക്കുകളില്ല. ഈ വാക്കുകൾ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അത് യഥാർത്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നതല്ല എന്നും അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്നുമാണ് പറഞ്ഞത്. ഈ കൂട്ടിച്ചേർത്ത ആരാ? 1976 ഇന്ത്യൻ പാർലമെൻറ്റാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് കൂട്ടിച്ചേർത്തേക്കുന്നത്. അതായത് സോഷ്യലിസം, സെക്കുലറിസം എന്ന്. ഇനി ഇത് രണ്ടും ഈ ഭരണഘടന ഇത് രണ്ടും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ സെക്കുലറിസം അംഗീകരിക്കുന്നില്ല, സോഷ്യലിസം അതും അംഗീകരിക്കുന്നില്ല, സോഷ്യലിസ്റ്റിക് അപ്രോച്ച് ഇല്ല, സെക്കുലറിസവും ഇല്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ എഴുതി അയച്ചേക്ക് ഇങ്ങനൊരു ഒരു സാധനം അയച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. പാർലമെൻറ്റ് പാസ്സാക്കിയേക്കുന്ന നിയമം, അതായത് ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതാണ്. അതിനെ പലപ്പോഴും ചോദ്യം ചെയ്യാനൊക്കെ ശ്രമിച്ച് അതെല്ലാം എടുത്ത് തോട്ടിക്കളഞ്ഞു. ചോദ്യം ചെയ്തതൊന്നും നടന്നില്ല, കാര്യം നടക്കുകയില്ല. അതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ച് ചോദ്യം ചെയ്യാനൊക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ഭരണഘടന എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത, അതിന് തലച്ചോറില്ലാത്ത ആളുകളാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുര്യോഗം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്? എന്താണ് ഇന്ത്യൻ ഭരണഘടന? എന്താണ് അതിൻ്റെ പ്രിയാമ്പിൾ? ആ പ്രിയാമ്പിളിനകത്ത് പാർലമെൻറ്റ് അംഗീകരിച്ച ഒരു ഭേദഗതിയാണ് ഈ പറയുന്ന 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ് സെക്കുലറിസം, അതുപോലെ സോഷ്യലിസവും. സോഷ്യലിസ്റ്റ് അപ്രോച്ചും ആയിരിക്കണം, സെക്കുലറിസം ആയിരിക്കണം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് ഡിക്ലെയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ സോവറൻ സോഷ്യലിസ്റ്റ് സെക്കുലർ എന്ന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇതാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആ സോഷ്യലിസ്റ്റ് സെക്കുലർ ഇത് രണ്ടും കൂട്ടിച്ചേർത്തതാണെന്നും അത് അസൽ ഭരണഘടനയിലില്ലെന്നും അതുകൊണ്ട് ഈ അസൽ ഭരണഘടന വേണം കുട്ടികളെ പഠിപ്പിക്കാനെന്നും ഇത് വളരെ മൂല്യവത്തായ ഒരു സാമഗ്രിയാണെന്നും പറഞ്ഞാണ് അയാൾ ഇങ്ങോട്ട് അയച്ചു കൊടുത്തേക്കുന്നത് എല്ലാവർക്കും. ഈ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ വികലമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോയാൽ എങ്ങനെ ഒക്കുന്നത്? പാർലമെൻറ്റ് അല്ലെങ്കിൽ ഇത് ഭേദഗതി ചെയ്യണം. അതിനുവേണ്ടിയുള്ള പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ അത് 2 3 ഭൂരിപക്ഷം കിട്ടിയാലേ ഈ ഭരണഘടന ഭേദഗതി നടക്കുള്ളൂ. അപ്പോൾ അത് നടക്കാൻ വേണ്ടിയാണ് വലിയ സർക്കസ് നടത്തി ബംഗാളിൽ ഒരുപാട് പേരെ പുറത്താക്കിക്കൊണ്ട് SIR മൂലം ഒരു പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കി റെഡിയാക്കി എടുത്ത് ഒരുപാട് പേരെ വെളിയിലാക്കി. 27 ലക്ഷം ആളുകളെ സംശയാസ്പദമായ പൗരത്വം എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി. അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല, അവരെ വോട്ടേഴ്സ് ലിസ്റ്റില്ല. അതുപോലെ കാരണം അവരുടെ ഇതുവരെ സംശയാസ്പദമാണ്, അവരാണോ അല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ല, പക്ഷെ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്, അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ജയിച്ചേക്കുന്ന ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് ഈ പറയുന്ന മൊത്തം കൂടെ നോക്കിയാൽ 27 ലക്ഷത്തിന് താഴെ വരും ഭൂരിപക്ഷം, എല്ലാം കൂടെ നോക്കിയാൽ. അപ്പോൾ അവരൊക്കെ ജയിക്കുമായിരുന്നു? ഒരിക്കലും ഇല്ല. അപ്പോൾ അങ്ങനെ അവിടെ പിടിച്ചെടുത്താൽ മാത്രമേ
2 ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഒപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള പണിയാണ് അവിടെ ഇറക്കിയത്. ബീഹാറിലും അത് തന്നെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ, ഇനി ഈ ഭരണഘടന അങ്ങ് ഭേദഗതി ചെയ്താൽ കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇത് എൻ്റെ സംശയം, ഞാൻ ഭയപ്പെടുന്നത് ഈ ഭരണഘടന മൊത്തം ശരിയല്ല, ഇത് മൊത്തം അഴിച്ചെഴുതണം എന്ന് പറഞ്ഞിട്ട് മനുസ്മൃതി ഇഞ്ഞ് കൊണ്ടുവന്നാൽ അതായിരിക്കും നല്ലത് എന്നൊരു ധാരണ അവർക്ക് കാണും. അവർക്ക് വേണ്ട അതാണ്. അവർ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. ഇനി ഈ വാക്കുകൾ ഇപ്പോൾ പ്രിയാമ്പിളിൽ ചേർത്ത് വന്നിരിക്കട്ടെ. ആ പ്രിയാമ്പിൾ ചേർത്തതിൽ തെറ്റുമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോധമുള്ളവനും നിയമം പഠിച്ചേക്കുന്നവനും ഭരണഘടന എന്താണെന്ന് മനസ്സിലാക്കിയേക്കുന്നവനും അതിൻ്റെ അർത്ഥം വായിച്ചറിയാവുന്നവനും ഒരിക്കലും പറയത്തില്ല ഈ വാക്കുകൾ അധികപ്പറ്റാണ്, ഇത് ആമുഖത്തിൽ വരാൻ പാടില്ല എന്ന് പറയത്തില്ല. ഇത് ആമുഖത്തിൽ വരേണ്ടത് തന്നെയാണ്. കാരണം ഭരണഘടനയുടെ ഹൃദയമാണ് യഥാർത്ഥത്തിൽ പ്രിയാമ്പിൾ. അതിനകത്ത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയേക്കുന്ന കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് അതിൽ വരണം. അങ്ങനെ വരിക എന്ന് പറയുമ്പോൾ എന്തെന്നറിയുക, അതിനകത്ത് ഇപ്പം നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് കൊണ്ടു നടക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ആർട്ടിക്കിൾ 25 അനുച്ഛേദം ഭരണഘടനയുടെ തരുന്നുണ്ട്. അത് 76 ഭേദഗതി 42 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നൊന്നുമല്ല. ഒറിജിനൽ ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ് മൗലികാവകാശമായിട്ട്. ആ മൗലികാവകാശമായിട്ട് ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ഒരു പൗരന് അത് കൊണ്ടു നടക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് മതേതരത്വം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സാധനം യഥാർത്ഥത്തിൽ ആമുഖത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, വിട്ടുപോയിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തി എന്നുള്ളതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിക് അപ്രോച്ച്, നമ്മുടെ രാജ്യം അതല്ലേ എല്ലാം പോകുന്നത്. നമ്മുടെ രാജ്യത്ത് തുല്യതയല്ലേ, ഇക്വാളിറ്റി അല്ലേ ഉള്ളത്. ആ ഇക്വാളിറ്റിക്കകത്ത് എന്താ, കാസ്റ്റ്, ക്രീഡ് ഓർ സെക്സ് അതൊന്നും ഇല്ലാതെ തന്നെ, അതൊന്നും പരിഗണിക്കാതുള്ള തുല്യതയാണ് ആർക്കും പ്രദാനം ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നമ്മുടെ ഭരണഘടനാ തത്വങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റിക് അപ്രോച്ചിനെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പോൾ ആ കാര്യം അതിൻ്റെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയതിൽ എന്താ തെറ്റ്? ഒരു തെറ്റും കാണാൻ ഒക്കത്തില്ല. ബോധമുള്ളവർക്ക് ഒരു തെറ്റും കാണാൻ ഒക്കത്തില്ല. പക്ഷേ ഇപ്പോൾ പട്ടേൽ എഴുതി വിട്ടേക്കുന്നത് എന്താ? എഴുതി വിട്ടേക്കുന്നത് ഇത് മൂല്യവത്തായ ഒരു ഗ്രന്ഥമാണ്, ഇതാണ് യഥാർത്ഥ ഭരണഘടന, ഇതാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആ നോക്കിക്കോണം, നമ്മുടെ ഈ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ എത്ര ലക്ഷം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാം മനസ്സിൽ വിഷം കുത്തിവെക്കാനല്ലേ ഇയാൾ ശ്രമിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ തടയേണ്ട കാര്യമല്ലേ? നിർബന്ധമായും സർക്കാർ ഇത് തടയണം. കാരണം അയാൾ പാർലമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതാണ് ഇയാൾ ഇതുപോലൊരു സ്വന്തം ഭരണഘടന ഉണ്ടാക്കി അയച്ചേക്കുന്നത്. അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്.